കേരള എക്സൈസിൻ്റെ വിമുക്തി എന്ന് പറയുന്ന ലഹരി വിമുക്ത പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ സാറ് ഭയങ്കരമായിട്ട് പിള്ളേരെ പ്രൊമോട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയൊരു പ്ലേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പരിപാടിയൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അവിടെ അമ്പായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു ബാസ്കറ്റ് ബോളിന്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇവരിപ്പോ കിട്ടും വിചാരിച്ചിരിക്കുന്നുണ്ട്. കിട്ടിയാ കൊള്ളാം. നോക്കാം നമുക്ക് കിട്ടുമില്ല നോക്കാം. അമ്മനോ ഒന്ന് അമ്പിയണോ? അമ്പി ചെയ്തിട്ട് കഴിവ് തെളിയിക്കണോ? നോക്കാം. ഇതൊക്കെ എടുത്ത് വലിച്ചേറി. അലീമു റെഡി ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ സാറ് വിളിക്കണില്ല അവളെ. ആ അതന്നെ മൈക്ക് പോയി തോന്നുന്നു. ഹലോ, അലീമ ചാലിശ്ശേരി. അലീമയുടെ ഉമ്മ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? അലീമയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. അലീമ വളർന്ന് വലുതായി. അലീമ ഇപ്പോ +1 +2 ഹോസ്റ്റലിലേക്കാണ് പഠിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരികളൊക്കെ വേണ്ടാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഉപയോഗിക്കാം. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അടിപൊളി. അപ്പൊ ആ പ്രായത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും നമ്മുടെ വേണ്ടാത്ത ലഹരികൾ വെച്ച് നീട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ വാങ്ങരുത്. എന്ത് പറയണം? അല്ലെങ്കിൽ നോ എന്ന് പറയണം. അടിപൊളി. അപ്പൊ നമ്മുടെ കുട്ടിക്ക് പങ്കെടുക്കാമല്ലോ. തീർച്ചയായും. അഞ്ചന പങ്കെടുക്കാനായിട്ട് ഊഴത്തിനായിട്ട് നിൽക്കണം അല്ലേ? സഹായിക്കണം കേട്ടാ. കുട്ടി ബന്ധപ്പെടുന്നതിനായിട്ട് ഒന്ന് സഹായിക്കണം കേട്ടാ. ജീവിതത്തിൽ ഒരാൾ എപ്പോഴും സഹായത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു. അയ്യോ, അവിടെ ആരോ ഉമ്മ നിൽക്കണ്ടോ? ഉമ്മക്ക് നേരെ അമ്പയ്യാല്ലേ? നമ്മളെ വിമുക്തി ശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ ചലഞ്ചിൽ പങ്കെടുക്കാം. ഫസ്റ്റ് ആകുമ്പോ മാമാനും അലീമും കൂടിയിട്ട് അടുത്ത പറമ്പിലേക്ക് വിട്ടിരിക്കണേ. ഇത് രണ്ടാമത്തെ നോക്കട്ടെ എത്തോ ഇല്ലേ എന്നുള്ളത്. പേരെന്താ ചേട്ടാ? അലീമക്ക് 7 പോയിന്റ് കിട്ടിയ. അടിപൊളി. അപ്പോൾ അലീമ കയറി വരും. അലീമയ്ക്ക് സമ്മാനം എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും വലിയ കയ്യടി മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും നമ്മുടെ അലീമയ്ക്ക് ഒന്ന് കയ്യടിച്ചേ. സന്തോഷം. ചാലിശ്ശേരിയിൽ നിന്ന് വന്ന അലീമ അല്ലേ? അടിപൊളി. ഇനിയാണ് നമ്മൾ